നമസ്കാരം. വയനാടിനെക്കുറിച്ചും രാഹുൽ ഗാന്ധിയെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തു പറയും? വൈകിട്ട് 6:30 കോഴിക്കോട് നടക്കുന്ന വിജയ് സങ്കൽപ് റാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു. റാലിയിൽ 1 ലക്ഷത്തോളം പേർ അണിചേരുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ. പ്രധാനമന്ത്രിക്ക് മുമ്പിൽ നിർണായകമായ 5 ചോദ്യങ്ങളാണുള്ളത്. അമിത്ഷാ നടത്തിയ വയനാട് പരാമർശത്തെ തള്ളുമോ കൊള്ളുമോ എന്നാണ് ആദ്യത്തെ ചോദ്യം. വയനാട്ടിൽ മത്സരിക്കാൻ വന്ന രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കേരളത്തിൽ വന്ന് പ്രധാനമന്ത്രി എന്തു പറയും എന്നതും നിർണായകമാണ്. തെരഞ്ഞെടുപ്പിന്റെ ഗതി തന്നെ ഇതോടെ മാറിയേക്കും. ശബരിമല പ്രശ്ന പരിഹാരത്തിന് നടപടി ഉണ്ടാകുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നുണ്ടെങ്കിലും എന്താണ് പദ്ധതി എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുമോ എന്നും NDA കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നു. CPM-നെതിരെ പ്രധാനമന്ത്രി പറയുന്ന ഓരോ വാക്കും BJPക്ക് കേരളത്തിൽ നിർണായകമാണ്. ഒപ്പം റഫേൽ ഇടപാടിൽ കോടതിയിൽ ഉണ്ടായ തിരിച്ചടിക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ പരസ്യ പ്രതികരണവും രാജ്യം കാത്തിരിക്കുന്നു. ബലാക്കോട്ട് പുൽവാമ സംഭവങ്ങൾ പ്രചാരണത്തിന് ഉപയോഗിച്ചതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട സാഹചര്യത്തിൽ എത്രമാത്രം സംയമനം പാലിക്കും എന്നതും നിർണായകമാണ്. വൈകിട്ട് 6-ന് കരിപ്പൂരിൽ വിമാനമിറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗമാണ് കോഴിക്കോട്ടെത്തുന്നത്. ശബരിമല കേസിൽ ജാമ്യം ലഭിച്ച കോഴിക്കോട് സ്ഥാനാർത്ഥി KP പ്രകാശ് ബാബു ഉൾപ്പെടെ വടക്കൻ കേരളത്തിലെ 9 NDA സ്ഥാനാർത്ഥികൾ വേദിയിലുണ്ടാവും. കടപ്പുറത്ത് നടക്കുന്ന വിജയ് സങ്കൽപ് റാലിയിൽ 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ. ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ ബൂത്ത് അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ NDAയുടെ നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ, BJPയുടെ സംസ്ഥാന നേതാക്കൾ ഒക്കെ നാളെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മോദിയുടെ സന്ദർശനത്തോടെ വടക്കൻ കേരളത്തിലെ പ്രചാരണവും ഊർജിതമാകുമെന്നാണ് NDAയുടെ കണക്കുകൂട്ടൽ. നഗരത്തിൽ 2000-ഓളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. 1 ലക്ഷം പേർ പങ്കെടുക്കുന്ന വിജയ് സങ്കൽപ് റാലി ചരിത്രമാക്കാൻ BJP സജ്ജമായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന വിലക്കുണ്ടെങ്കിലും ശബരിമല വിഷയം മോദി ഉയർത്തിക്കാട്ടുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. വിനേഷ് കുമാർ, News 18, കോഴിക്കോട്. വോട്ടെടുപ്പിന് 10 ദിവസം മാത്രം ശേഷിക്കെ സർവ്വ ആയുധങ്ങളും പ്രയോഗിച്ച് മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ഉൾപ്പെടുന്ന പ്രമുഖരുടെ റാലികളും റോഡ് ഷോകളും ഒരു വശത്ത്, നാടിളക്കി വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചാരണവും സമാന്തരമായി തുടരുകയാണ്. പോരാട്ടം പൊടിപിടിക്കുകയാണ്. ദേശീയ നേതാക്കളെയും താരപ്രചാരകരെയും ഇറക്കി പ്രചരണ രംഗത്ത് ആധിപത്യം ഉറപ്പിക്കാനാണ് മുന്നണികളുടെ ശ്രമം. നരേന്ദ്രമോദിയും അമിത്ഷായും രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളാണ് പ്രചരണത്തിലെ സൂപ്പർ താരങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും BJP അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയും ഉൾപ്പെടെയുള്ളവരാണ് തന്ത്രങ്ങൾ മെനയുന്നത്. 3 മുന്നണികളും ഒരുപോലെ ആത്മവിശ്വാസത്തിൽ. കേരളത്തിലെ ജനങ്ങൾ LDF-നോട് പറഞ്ഞു, നിങ്ങളിയെ വിശ്വസിക്കാൻ പറ്റൂ, അതുകൊണ്ട് നിങ്ങൾക്ക് 20-ൽ 18 സീറ്റും തരുന്നു. അതായിരുന്നു 2004. ഇത്തവണ കേരളത്തിലെ ജനങ്ങൾ ആ 18-ന് മേലെ സീറ്റ് കേരളത്തിൽ LDF-ന് നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. 2014 നേടിയ 8 സീറ്റ് എന്നത് ഇത്തവണ ഇരട്ടാക്കത്തിലേക്ക് കടക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. 20 സീറ്റുകളും നേടി ചരിത്രമെഴുതുമെന്നാണ് UDF-ന്റെ അവകാശവാദം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വികാരവും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും നേട്ടമാകുമെന്നും കോൺഗ്രസ് കരുതുന്നു. രാഹുൽ ഗാന്ധി പരാജയ ഭീതി കൊണ്ട് ഓടിപ്പോകുന്ന പ്രശ്നമില്ല. ദക്ഷിണേന്ത്യയിൽ BJPയുടെ കടന്നുകയറ്റം തടയാൻ അതിശക്തമായ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി ഈ തീരുമാനമെടുത്തത്. 4 മണ്ഡലങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് BJPയുടെ പ്രവർത്തനം. തിരുവനന്തപുരത്തെ വിജയം ഉറപ്പാണെന്ന് നേതാക്കൾ പൊതുയോഗങ്ങളിൽ ആവർത്തിക്കുന്നു. പത്തനംതിട്ടയിലും തൃശൂരും പാലക്കാടും വലിയ മുന്നേറ്റവും പ്രതീക്ഷിക്കുന്നു. News 18, തിരുവനന്തപുരം. തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രചാരണ പാളിച്ചകളിൽ AICC-ക്കും കടുത്ത അതൃപ്തി. രാഹുൽ ഗാന്ധി തന്നെ ഇത് സംബന്ധിച്ച് KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി ചർച്ച നടത്തി. AK ആന്റണി, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി തുടങ്ങിയവർ ജില്ലാ നേതൃത്വവുമായി ചർച്ച നടത്തി. മുമ്പ് ജില്ലാ ചുമതല ഉണ്ടായിരുന്ന നേതാക്കളും കോൺഗ്രസ് MLA അടക്കമുള്ളവരും ശശി തരൂരിനെ പിന്നിൽ നിന്ന് കുത്തുന്നുവെന്നാണ് പരാതി. വട്ടിയൂർക്കാവ് MLA K മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയായതോടെ അവിടുത്തെ പ്രചാരണം താളം തെറ്റിയിരുന്നു. ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയും ചെയ്തു. മുമ്പ് ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന നേതാവ് അന്നത്തെ ഭാരവാഹികളെ ഉപയോഗിച്ച് പ്രചാരണം അട്ടിമറിക്കുകയാണെന്ന ആരോപണം വരെ ഉയർന്നു. NSS നേതൃത്വത്തിന്റെ സ്വാധീനമാണ് ഇതിന് കാരണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ കുറ്റപ്പെടുത്തുന്നത്.
പ്രചാരണത്തിലെ മെല്ലെപ്പോക്ക് സംബന്ധിച്ച് AICCക്ക് പരാതി നൽകിയെന്ന വാർത്ത ശശി തരൂർ നിഷേധിച്ചെങ്കിലും ഇതിന് പിന്നാലെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ വിളിയെത്തി. തിരുവനന്തപുരത്ത് പ്രചാരണത്തിലുണ്ടാകുന്ന പാളിച്ചകൾ അടിയന്തരമായി പരിഹരിക്കണമെന്നായിരുന്നു KPCC പ്രസിഡന്റിന് രാഹുൽ ഗാന്ധി നൽകിയ നിർദ്ദേശം. ഇതിന് പിന്നാലെ AK ആന്റണിയും വിഷയത്തിൽ ഇടപെട്ടു. തിരുവനന്തപുരം മണ്ഡലത്തിൽ വീഴ്ച എന്നുള്ളത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോണം. അവിടെ ശ്രീ തരൂർ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. ശ്രീ ശശി തരൂരിനോട് സംസാരിച്ച് അദ്ദേഹം ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പൂർണ്ണ സംതൃപ്തനാണ്. അവരൊറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുകയാണ്. പ്രചാരണത്തിലെ പാളിച്ചകൾക്ക് DCC പ്രസിഡന്റിന് എതിരെയാണ് ആദ്യം ആരോപണം ഉയർന്നതെങ്കിൽ പിന്നീട് ഇത് കോൺഗ്രസിന്റെ MLAക്കെതിരെയും ശക്തിപ്പെടുകയായിരുന്നു. ചില പ്രാദേശിക നേതാക്കളും ജില്ലാ നേതാക്കൾക്കുമെതിരെ കടുത്ത അമർഷം രേഖപ്പെടുത്തി. ജനപ്രതിനിധികൾ ശശി തരൂരിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഭീഷണി ചില ജില്ലാ നേതാക്കൾ ഉയർത്തിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല തന്നെ വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെ പ്രചാരണം നിയന്ത്രിക്കുമെന്നാണ് സൂചന. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴി ലഭിച്ച സംഭാവനകളുടെ വിവരങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കണമെന്ന് സുപ്രീം കോടതി. മെയ് 15 വരെ ലഭിച്ച സംഭാവനകളുടെ വിവരങ്ങൾ മെയ് 31-നകം മുദ്രവച്ച കവറിൽ നൽകണം. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. തിരഞ്ഞെടുപ്പ് ബോണ്ട് വഴി സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തരുതെന്ന കേന്ദ്ര സർക്കാർ വാദം തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി ഉത്തരവ്. സംഭാവനകൾ ലഭ്യമാക്കാനുള്ള സംവിധാനം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം അനുകൂലമാകുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് വ്യക്തമാക്കിയാണ് കോടതി ഇടപെടൽ. ബോണ്ടിലൂടെ ലഭിച്ച സംഭാവനകളുടെ വിശദാംശങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണം. മെയ് 15 വരെ ലഭിച്ച സംഭാവനകളുടെ വിവരങ്ങൾ മെയ് 31-നകം മുദ്രവച്ച കവറിൽ നൽകാനാണ് നിർദ്ദേശം. പണം നൽകിയ വ്യക്തിയുടെ പേര്, ലഭിച്ച തുക, ബാങ്ക് അക്കൗണ്ട് എന്നീ വിവരങ്ങളാണ് നൽകേണ്ടത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ബോണ്ട് വാങ്ങുന്നതിനുള്ള സമയപരിധി 10 ദിവസത്തിൽ നിന്ന് 5 ദിവസമായി വെട്ടിച്ചുരുക്കാൻ ധനമന്ത്രാലയത്തിന് കോടതി നിർദ്ദേശം നൽകി. ബോണ്ടുകൾക്കെതിരായ ഹർജികളിൽ വിശദമായ വാദം പിന്നീട് കേൾക്കും. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വീകരിക്കുന്നതിനായി 2018-ലാണ് NDA സർക്കാർ തിരഞ്ഞെടുപ്പ് ബോണ്ടുകൾ കൊണ്ടുവന്നത്. ഇതിനെ ചോദ്യം ചെയ്ത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്, CPM എന്നിവർ നൽകിയ ഹർജികളിലാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ നൽകുന്നത് ആരെന്നറിയാനുള്ള അവകാശം വോട്ടർമാർക്കില്ലെന്നായിരുന്നു സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ വിചിത്രവാദം. ഇതിനു വിരുദ്ധമായാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ലഭിക്കുന്ന മുഴുവൻ സംഭാവനകളുടെയും കണക്കുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരിശോധിക്കാൻ വഴിയൊരുക്കുന്ന സുപ്രീം കോടതി ഉത്തരവ്. ക്യാമറാമാൻ ബിനു ബേസിലിനൊപ്പം M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. റഫാൽ വിധിയുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ BJPയുടെ ക്രിമിനൽ കോടതിയലക്ഷ്യ ഹർജി. BJP നേതാവ് മീനാക്ഷി ലേഖിയാണ് ഹർജി നൽകിയത്. കാവൽക്കാരൻ കള്ളനാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശം കോടതിയലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. സുപ്രീം കോടതി തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയെന്ന പ്രധാനമന്ത്രിയുടെ അവകാശവാദത്തിനെതിരെ കോടതിയലക്ഷ്യ ഹർജി നൽകുന്ന കാര്യം കോൺഗ്രസും പരിഗണിക്കുന്നുവെന്നാണ് സൂചന. സൈന്യത്തെ തെരഞ്ഞെടുപ്പ് ലാഭത്തിനായി ഉപയോഗിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് മുൻ സായുധ സേനാ ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിക്ക് അയച്ച കത്ത് വിവാദത്തിൽ. ഒപ്പുവച്ചിട്ടില്ല എന്ന് കാണിച്ച് കത്തിൽ പേരുള്ള ചില സൈനികർ രംഗത്തെത്തി. കത്ത് ലഭിച്ചിട്ടില്ല എന്ന് രാഷ്ട്രപതി ഭവനും വ്യക്തമാക്കി. യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ സൈന്യത്തിന്റെ പേരിൽ വോട്ട് തേടുന്ന പ്രസ്താവനകൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. നരേന്ദ്രമോദിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ചിത്രീകരിച്ച PM നരേന്ദ്രമോദി എന്ന സിനിമയുടെ റിലീസ് തടഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് കമ്മീഷന്റെ നടപടിയെന്ന് ചൂണ്ടിക്കാട്ടി ചിത്രത്തിന്റെ നിർമ്മാതാക്കളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. തിങ്കളാഴ്ച ഹർജി പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. PM നരേന്ദ്രമോദി ഇപ്പോൾ റിലീസ് ചെയ്യുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചിത്രത്തിന്റെ റിലീസ് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ CPMന് പങ്കില്ല എന്ന് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ അറിയിച്ചു. പീതാംബരനും അനുയായികളും ചേർന്നാണ് കൊലപാതകം നടത്തിയത്. ഇത് രാഷ്ട്രീയമായി ആസൂത്രണം ചെയ്തത് അല്ലെന്നും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു. സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന് സർക്കാരും ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, എന്താണ് ഈ നിലപാടിന്റെ വിശദാംശങ്ങൾ? സനീഷ്, പെരിയ ഇരട്ടക്കൊലക്കേസിൽ CBI അന്വേഷണം വേണ്ടെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. നിഷ്ഠൂരമായ കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. അതിനാൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തേണ്ടതുണ്ടെന്നും അന്വേഷണം കാര്യക്ഷമമാണെന്നുമാണ് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. കൊലപാതകത്തിൽ CPM നേതൃത്വത്തിന് പങ്കില്ല എന്നാണ് ക്രൈംബ്രാഞ്ചും കോടതിയെ അറിയിച്ചിട്ടുള്ളത്. 2018 മുണ്ടാട് പീപ്പിൾസ് കോളേജിൽ KSU SFI സംഘർഷമുണ്ടായി. പിന്നീട് ഇത് കോൺഗ്രസ് CPM സംഘർഷമായി മാറുകയായിരുന്നു. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ ഒന്നാം പ്രതിയും
CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ പീതാംബരനെ കൊല്ലപ്പെട്ട ശരത്ലാലും സംഘവും പരിക്കേൽപ്പിച്ചിരുന്നു. ഇതേ തുടർന്നുണ്ടായ വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കേസിൽ CPMന്റെ ഉന്നത നേതാക്കൾ ഉൾപ്പെട്ടതായി തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ചും അറിയിക്കുന്നു. പ്രതികളെ ഉന്നത നേതൃത്വം സഹായിച്ചിട്ടില്ല. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് മാറ്റിയത്. കേസന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും സർക്കാർ ഹൈക്കോടതിയെ ബോധിപ്പിച്ചു. CPM നേതാവ് VPP മുസ്തഫ നടത്തിയത് രാഷ്ട്രീയ പ്രസംഗം മാത്രമാണ്. ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ യാതൊന്നും പ്രസംഗത്തിലില്ല. ഇത് കൊലപാതകത്തിന് പ്രേരണയായിട്ടില്ലെന്നും സർക്കാരിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുസ്തഫയ്ക്ക് ഈ കൊലപാതകവുമായി ബന്ധമില്ല എന്നതാണ് നിലവിലെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വ്യക്തമാക്കുന്നത്. നന്ദി പ്രകാശ് വിവരങ്ങൾക്ക്. നടി ലീന മരിയ പോളിന്റെ കൊച്ചിയിലെ ബ്യൂട്ടി പാർലറിന് നേരെ വെടിയുതിർത്ത പ്രതികൾക്ക് കൊട്ടേഷൻ നൽകിയത് രവി പൂജാരിയുമായി ബന്ധമുള്ള കാസർഗോഡ് സംഘം. 1 കോടി രൂപയുടേതായിരുന്നു കൊട്ടേഷൻ. കൃത്യം പൂർണ്ണമാകാത്തതിനാൽ 30,000 രൂപ മാത്രമാണ് പ്രതികൾക്ക് കിട്ടിയത്. ലീന മരിയ പോളിന്റെ ബ്യൂട്ടി പാർലറിന് ഉള്ളിൽ കയറി വെടിയുതിർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതായിരുന്നു പ്രതികൾക്ക് നൽകിയിരുന്ന കൊട്ടേഷൻ. എന്നാൽ പാർലറിനുള്ളിലേക്ക് അടക്കാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനാൽ കൊട്ടേഷൻ തുകയിലും കുറവ് വരുത്തി. 1 കോടി എന്നത് 30,000 രൂപയായി വെട്ടിക്കുറച്ചു. എറണാകുളം സ്വദേശിയായ ബിലാൽ, വിപിൻ എന്നിവരാണ് പിടിയിലായത്. ആക്രമണം നടത്തിയ ശേഷം ഇരുവരും പലതവണ കാസർഗോഡ് പോയിരുന്നു. ഇവർക്കെതിരെ നേരത്തെയും കേസുകൾ ഉണ്ടായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. കൊല്ലം സ്വദേശിയായ ഡോക്ടർക്കും ആസൂത്രണത്തിൽ പങ്കുണ്ട്. പിടിയിലായവരിൽ നിന്ന് കൃത്യത്തിന് ഉപയോഗിച്ച തോക്കും കണ്ടെത്തിയിട്ടുണ്ട്. പിടിയിലായവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. കഴിഞ്ഞ ഡിസംബർ 15-നാണ് കൊച്ചി പനമ്പള്ളിനാറിലെ ലീന മരിയ പോളിന്റെ ഉടമസ്ഥയിലുള്ള ബ്യൂട്ടി പാർലറിന് നേരെ ബൈക്കിലെത്തിയവർ വെടിവെച്ചത്. കൊട്ടേഷൻ നൽകിയത് താനാണെന്ന് അവകാശപ്പെട്ട് രവി പൂജാരി രംഗത്ത് വന്നിരുന്നു. നടി ലീന മരിയ പോളിൽ നിന്ന് 25 കോടി രൂപ തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രവി പൂജാരി ഭീഷണിപ്പെടുത്തിയതെന്നും അത് നടക്കാതെ വന്നതോടെയാണ് വെടിയുതിർത്തത് എന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ന്യൂസ് 18 കൊച്ചി. വിജിലൻസ് മുൻ ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ അഴിമതി കേസ്. തുറമുഖ ഡയറക്ടറായിരിക്കെ ഡ്രഡ്ജർ വാങ്ങിയതിൽ ക്രമക്കേട് നടത്തിയെന്നാണ് കേസ്. അഴിമതി നിരോധന നിയമപ്രകാരം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ FIR ഫയൽ ചെയ്തു. 2009 മുതൽ 2014 വരെ തുറമുഖ വകുപ്പ് ഡയറക്ടറായിരുന്നു ജേക്കബ് തോമസ്. ഈ കാലയളവിൽ ഡ്രഡ്ജർ വാങ്ങിയതിൽ 14.96 കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയെന്ന ധനകാര്യ പരിശോധനാ വിഭാഗം കണ്ടെത്തിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജേക്കബ് തോമസിനെതിരെ അന്വേഷണത്തിന് അന്നത്തെ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് ഉത്തരവിട്ടു. എന്നാൽ ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായതോടെ അന്വേഷണം നിലച്ചു. ജേക്കബ് തോമസ് അഴിമതി കാട്ടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിലും വ്യക്തമാക്കി. പരാതിക്കാരനായ സത്യൻ നരൂർ എന്ന INTUC നേതാവ് അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതോടെ വീണ്ടും അന്വേഷണം ആരംഭിച്ചു. ഇതിൽ കോടതി സർക്കാരിന്റെ അഭിപ്രായം തേടുകയും അന്വേഷണമാകാമെന്ന നിയമോപദേശം ലഭിക്കുകയും ചെയ്തു. തുടർന്നാണ് അഴിമതി നിരോധന നിയമപ്രകാരം ജേക്കബ് തോമസിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. ഹോളണ്ട് ആസ്ഥാനമായുള്ള കമ്പനിയിൽ നിന്നാണ് ഡ്രഡ്ജർ വാങ്ങിയത്. ഈ കമ്പനിക്കെതിരെയും കേസുണ്ട്. സർവീസിൽ നിന്ന് സ്വയം വിരമിക്കൽ അപേക്ഷ നൽകിയ ജേക്കബ് തോമസ് രാഷ്ട്രീയ പ്രവേശനവും പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെയാണ് വിജിലൻസ് കേസിൽ പ്രതിയാകുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. നിലമ്പൂർ MLA PV അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള ചീങ്കണ്ണിപ്പാലയിലെ തടയണ ഉടൻ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി. തടയണ പൊളിച്ചില്ലെങ്കിൽ ഇതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരും. നദിയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുന്ന വിധത്തിലാണ് തടയണയുടെ നിർമ്മാണമെന്നും കോടതി നിരീക്ഷിച്ചു. കേസ് വേനലവധിക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. സ്വാശ്രയ മെഡിക്കൽ ഫീസ് കേസിൽ മാനേജ്മെന്റുകൾക്ക് സുപ്രീംകോടതിയിൽ തിരിച്ചടി. ഫീസ് നിർണയ സമിതി നിശ്ചയിച്ച ഫീസ് ശരിവെച്ച ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ കേരളത്തിലെ 4 സ്വാശ്രയ മെഡിക്കൽ കോളേജുകളാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യരുത് എന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു. സ്റ്റേ ആവശ്യം അംഗീകരിച്ചില്ല എങ്കിലും ഫീസ് നിർണയ സമിതിയുടെ അധികാരം സംബന്ധിച്ച മാനേജ്മെന്റുകളുടെ പരാതിയിൽ വിശദമായി വാദം കേൾക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ കൃത്യമായ മാർഗരേഖ പുറത്തിറക്കാമെന്നും ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു. കേരളം കൊടും ചൂടിലേക്കെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ അതീവ ജാഗ്രതാ മുന്നറിയിപ്പ്. ഞായറാഴ്ച വരെ താപനില ശരാശരിയിൽ നിന്ന് 4 ഡിഗ്രി വരെ ഉയരും. പല ജില്ലകളിലും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുമെന്നാണ് മുന്നറിയിപ്പ്. 50 ഡിഗ്രി താപനില എന്ന അതീവ ഗുരുതര സ്ഥിതി താപമാപനിയിൽ രേഖപ്പെടുത്തിയേക്കില്ല. പക്ഷേ അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ് കൂടി നിൽക്കുന്നതിനാൽ സമാന സാഹചര്യം ഉണ്ടാകാമെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ പാലക്കാട്ട് 39.6 ഡിഗ്രി സെൽഷ്യസും തിരുവനന്തപുരത്ത് 37.4 ഡിഗ്രിയുമായിരുന്നു താപനില. വരുന്ന 2 ദിവസങ്ങളിൽ ഇതിൽ നിന്ന് 4 ഡിഗ്രി വരെ താപനില ഉയരും. സൂര്യാതപ സാധ്യത കൂടുന്നതിനാൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പുണ്ട്. പകൽ 11 മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അവധിക്കാല വിനോദയാത്ര നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.
കാർഷിക വായ്പകൾക്ക് മൊറട്ടോറിയം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ പുതിയ മറുപടി പരിശോധിച്ചിട്ടില്ല എന്നും അതിനാൽ ഇക്കാര്യത്തിൽ പ്രതികരണത്തിനില്ല എന്നും ടിക്കാറാം മീണ. സർക്കാർ വിശദീകരണം തൃപ്തികരമല്ലെന്നും മൊറട്ടോറിയം വൈകുമെന്നുമുള്ള റിപ്പോർട്ടിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രതികരണം. കൊല്ലം, കാസർഗോഡ് UDF സ്ഥാനാർത്ഥികളുടെ വർഗീയ പ്രസംഗത്തിൽ പരാതി ലഭിച്ചിട്ടില്ല. സുരേഷ് ഗോപിക്കെതിരായ പരാതിയിൽ കളക്ടർക്ക് നടപടിയെടുക്കാമെന്നും ടിക്കാറാം മീണ പറഞ്ഞു. അയോധ്യയിലെ തർക്കമില്ലാത്ത ഭൂമിയിൽ പൂജ നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലേ എന്ന് ഹർജിക്കാരനോട് സുപ്രീം കോടതി ചോദിച്ചു. ഹർജിക്കാരനായ പണ്ഡിറ്റ് അമർനാഥ് മിശ്രയ്ക്ക് അലഹബാദ് ഹൈക്കോടതി ചുമത്തിയ 5 ലക്ഷത്തിന്റെ പിഴ സുപ്രീം കോടതി ശരിവെച്ചു. ISRO ചാരക്കേസിൽ നമ്പി നാരായണനെ കുടുക്കിയവർക്കെതിരെ നടപടി നിശ്ചയിക്കാനുള്ള ചുമതല ഏറ്റെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് ജസ്റ്റിസ് DK ജെയിൻ സുപ്രീം കോടതിയെ അറിയിച്ചു. BCCI ഓംബുഡ്സ്മാനായി ചുമതല ഏറ്റെടുത്ത സാഹചര്യത്തിലാണ് തീരുമാനം. ഇക്കാര്യം സൂചിപ്പിച്ച അദ്ദേഹം കോടതിക്ക് കത്ത് നൽകി. കഴിഞ്ഞ സെപ്റ്റംബറിൽ നമ്പി നാരായണനെ ചാരക്കേസിൽ കുടുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ ജസ്റ്റിസ് DK ജെയിൻ അധ്യക്ഷനായ സമിതി അന്വേഷണം നടത്താൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. പുതിയ ജഡ്ജിയെ ചുമതലപ്പെടുന്നതിൽ കോടതി തീരുമാനമെടുക്കും. സുപ്രീം കോടതിക്ക് മുന്നിൽ മധ്യവയസ്കന്റെ ആത്മഹത്യാശ്രമം. തന്റെ ഭാഗം കേൾക്കാതെ കോടതി വിധി പുറപ്പെടുവിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ആത്മഹത്യാശ്രമം. ക്യാമറകൾക്ക് മുന്നിൽ കൈഞ്ഞരമ്പ് മുറിച്ച ഇയാളെ സുരക്ഷാ ജീവനക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. कौन सा देश है? കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. പഠിച്ച് ഡിഗ്രികൾ ഇല്ലാതാവുക, ഇത്തരമൊരു അപൂർവ റെക്കോർഡിനുടമയായിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. 2004 BA കാരിയും 2014 BCom കാരിയുമായ സ്മൃതി ഇപ്പോൾ പറയുന്നത് തനിക്ക് സീനിയർ സെക്കൻഡറി വിദ്യാഭ്യാസ യോഗ്യത മാത്രമാണുള്ളതെന്നാണ്. അമേഠിയിൽ നൽകിയ നാമനിർദ്ദേശ പത്രികയിലാണ് വിദ്യാഭ്യാസ യോഗ്യത സീനിയർ സെക്കൻഡറി മാത്രമാണെന്ന് സ്മൃതി ഇറാനി സത്യവാങ്മൂലം നൽകിയത്. പഠിച്ചു വളരുക, അതാണ് ചൊല്ല്. പക്ഷേ വർഷങ്ങൾ കഴിയുന്തോറും പേരിനൊപ്പമുള്ള ഡിഗ്രികൾ ഓരോന്നായി ഉപേക്ഷിക്കുന്ന കഥയാണ് സ്മൃതി ഇറാനിയുടേത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം മുതൽ വിവാദമാണ് സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ യോഗ്യത. 2004 തെരഞ്ഞെടുപ്പിൽ BA ബിരുദമുണ്ടെന്ന് അവകാശപ്പെട്ട സ്മൃതി 2014 നാമനിർദ്ദേശ പത്രിക നൽകിയപ്പോൾ BCom ബിരുദമുണ്ടെന്നാണ് കാണിച്ചിരുന്നത്. സത്യവാങ്മൂലം നുണയാണെന്ന് കോൺഗ്രസ് അന്നേ പരാതി നൽകി. ഡൽഹി സർവകലാശാലയുടെ BCom ബിരുദത്തിന് പുറമെ US-ലെ യാലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA നേടിയെന്നുമാണ് സ്മൃതി അന്ന് അവകാശപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം അമേഠിയിൽ നൽകിയ നാമനിർദ്ദേശ പത്രികയിലാണ് വിദ്യാഭ്യാസ യോഗ്യത സീനിയർ സെക്കൻഡറിയാണെന്ന് വെളിപ്പെടുത്തുന്നത്. 1991 സെക്കൻഡറി വിദ്യാഭ്യാസവും 93 സീനിയർ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയെന്നാണ് സത്യവാങ്മൂലം പറയുന്നത്. 1994 ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ BCom ബിരുദ കോഴ്സിന് ചേർന്നെങ്കിലും അത് പൂർത്തിയാക്കിയിട്ടില്ലെന്നും സത്യവാങ്മൂലം പറയുന്നു. യാലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പഠനത്തെക്കുറിച്ച് സത്യവാങ്മൂലത്തിൽ പരാമർശമേയില്ല. സ്മൃതി ഇറാനിക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. कबूल किया है कि पिछले 4 एफिडेविट में उन्होंने देश को झूठ बोला है, देश को बरगलाया है और वो BCom पार्ट 1 में भी उन्होंने डिग्री कोर्स कंप्लीट नहीं किया है. 2014 തെറ്റായ വിദ്യാഭ്യാസ യോഗ്യത നൽകിയെന്ന പരാതി നിലവിൽ ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ് അമേഠിയിൽ സ്മൃതിയുടെ എതിരാളി. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. വയനാടിന്റെ ഉൾപ്രദേശങ്ങളിൽ പ്രചാരണം ശക്തമാക്കി കോൺഗ്രസ് ദേശീയ നേതാക്കൾ. കാർഷിക വിഷയങ്ങൾ ഉന്നയിച്ചാണ് LDFന്റെ പ്രചാരണം. പ്രമുഖ ദേശീയ നേതാക്കൾ എത്തുന്നതോടെ അനുകൂല സാഹചര്യം പ്രതീക്ഷിക്കുകയാണ് NDA. രാഹുൽ ഗാന്ധിയുടെ താരപരിവേഷത്തിന് യോജിക്കുന്ന പ്രചാരണ രീതിയാണ് UDF അവലംബിക്കുന്നത്. ഉൾനാടുകളിൽ പോലും എത്തുന്നത് ദേശീയ നേതാക്കൾ. പിലാക്കാവിൽ തുടങ്ങി മാനന്തവാടിയുടെ ഉൾപ്രദേശത്തുകൂടിയുള്ള റോഡ് ഷോ ഉദ്ഘാടനം ചെയ്തത് മുൻ കേന്ദ്രമന്ത്രി KV തങ്കബാലു.
നയിച്ചത് മുൻമന്ത്രി അനൂപ് ജേക്കബ്. ഈ വെയിലത്ത് പോലും നൂറുകണക്കിന് ആൾക്കാരാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളൊരു വലിയ ഭൂരിപക്ഷം തന്നെ പ്രതീക്ഷിക്കുന്നു. BJP അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ വയനാട്ടിലെത്തുന്നതോടെ തുഷാർ വെള്ളാപ്പള്ളിയുടെ സാധ്യത വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് NDA. ഇനി വരുന്ന ദിവസങ്ങളിൽ ദേശീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിച്ചേർന്നുള്ള വലിയ സമ്മേളനങ്ങൾ നമ്മൾ ഈ മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാ ഗ്രാമാന്തരങ്ങളിലും ടൗണുകളിൽ കേന്ദ്രീകരിച്ച് വോട്ടർമാരെ നേരിൽ കാണുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. കാർഷിക പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് ഇടതുപക്ഷം പ്രചാരണം ശക്തമാക്കുന്നത്. താരപരിവേഷമില്ലാത്ത നാട്ടുകാരനായ സ്ഥാനാർത്ഥി എന്നാണ് ഓരോയിടത്തും പരിചയപ്പെടുത്തുന്നത്. സ്ഥാനാർത്ഥികളുടെ പ്രചരണം എല്ലാ അർത്ഥത്തിലും വയനാടിനെ ഇളക്കി മറിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന്റെ ചൂടത്താത്ത ഒരു കവല പോലും ഇന്നീ നാട്ടിലില്ല. ക്യാമറാമാൻ ഷാഫിക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 വയനാട്. ചികിത്സയ്ക്കും വിശ്രമത്തിനും ശേഷം പ്രചാരണ രംഗത്ത് സജീവമാകാൻ ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ബെന്നി ബെഹനാൻ മറ്റന്നാൾ പ്രചാരണം പുനരാരംഭിക്കും. ചാലക്കുടി മണ്ഡലത്തിലെ 3ാം ഘട്ട പ്രചരണത്തിന് തുടക്കമിട്ടതിന് പിന്നാലെയാണ് ബെന്നി ബെഹനാനെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്ക് പിന്നാലെ ഡോക്ടർമാർ നിർബന്ധിത വിശ്രമം നിർദ്ദേശിച്ചതോടെ മണ്ഡലത്തിലെ UDF MLA-മാരാണ് ബെന്നി ബെഹനാനായി പ്രചരണം ഏറ്റെടുത്തത്. ഏതായാലും വിശ്രമ ജീവിതത്തിന് ശേഷം മറ്റന്നാൾ പ്രചരണ രംഗത്ത് സജീവമാകാനാണ് ബെന്നി ബെഹനാന്റെ തീരുമാനം. തന്റെ അഭാവം പ്രചരണത്തെ ബാധിച്ചിട്ടില്ലെന്നും UDF നേതാക്കളുടെയും MLA-മാരുടെയും സാന്നിധ്യം ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ അസാന്നിധ്യം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല. അവിടെ നിന്നുള്ള MLA-മാരും UDF നേതാക്കന്മാരും സഹപ്രവർത്തകന്മാരും എൻ്റെ അസാന്നിധ്യത്തിൽ ഒരു കുറവുമില്ലാത്ത രീതിയിൽ അവർ തന്നെ പ്രചരണ പരിപാടി ഏറ്റെടുത്ത് MLA-മാരുടെ നേതൃത്വത്തിൽ എല്ലാ നിയമമണ്ഡലത്തിലും പ്രചരണ പരിപാടി ഒരു സ്ഥാനാർത്ഥി പര്യടന പരിപാടി പോലെ തന്നെ അതിനേക്കാൾ ഗംഭീരമായിട്ട് എല്ലാ സ്ഥലത്തും നടന്നു. അത് വലിയൊരു ആത്മവിശ്വാസമാണ്. ബെന്നിച്ചേട്ട വിശ്രമിക്കൂ, ഞങ്ങളുണ്ടെന്ന ടാഗ് ലൈനോടെ MLA-മാരായ VP സജീന്ദ്രൻ, എൽദോസ് കുന്നപ്പള്ളി, റോജിയം ജോൺ, അൻവർ സാദ് എന്നിവരാണ് ബെന്നി ബെഹനാനായി മണ്ഡലത്തിൽ കളം നിറഞ്ഞ് വോട്ട് ചോദിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.